നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ കാണുന്നവർക്ക് എന്നെപ്പോലെ തന്നെ ഒരു വിശ്വാസമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ പക്ഷം പിടിച്ച് സംസാരിക്കില്ല. ഒരു സിനിമാക്കാരൻ നല്ലത് ചെയ്താൽ അതാരോ ആവട്ടെ നല്ലത്, ഒരു സിനിമാക്കാരൻ മോശം ചെയ്താൽ അത് മോശം. ഈ മോശം ചെയ്ത ആൾ പിന്നെ ഒരു നല്ലത് ചെയ്താൽ നല്ലത്. നമ്മൾ ആരുടെയും ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അല്ലല്ലോ. ഒരു കാരണവശാലും ഒരു പക്ഷാഭേദവും കാണിക്കില്ല നമ്മൾ. അത് രാഷ്ട്രീയം നോക്കില്ല, ജാതി നോക്കില്ല, മതം നോക്കില്ല, സിനിമാക്കാരൻ എൻ്റെ അടുപ്പക്കാരനാണെന്ന് നോക്കില്ല, എൻ്റെ ശത്രുവാണെന്ന് നോക്കില്ല. നല്ലത് ചെയ്താൽ നല്ലത്, ചീത്ത ചെയ്താൽ ചീത്ത. നമ്മുടെ യൂട്യൂബിൻ്റെ ഗ്രോത്തുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ നോട്ടബിളായ പഴയ സ്റ്റോറികളൊക്കെ എടുത്ത് ഇങ്ങനെ യൂട്യൂബ് വീണ്ടും വീണ്ടും പുറത്തിടുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ സത്യം പറയാണ്, കഴിഞ്ഞ 10-15 ദിവസമായിട്ട് 5-10 പേർക്ക് നമ്പർ കൊടുത്തുകൊണ്ടിരുന്ന സുനിൽ കാരന്തൂർ, സുനിൽ നമ്മുടെ കാന്തളൂർ സ്വാമിയില്ലേ, സുനിലിൻ്റെ നമ്പർ കൊടുത്ത് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ മടുക്കുകയാണ്. കാരണം ദിവസം ഒരു 10-25 പേരാണ് ദിവസം വിളിക്കുന്നത്. ചോദിക്കുമ്പോൾ ഇന്ന് കണ്ടു സാർ, ആ പ്രോഗ്രാം കണ്ടു സാർ എന്ന് പറയും. അതുപോലെ നോട്ടബിളായ ഉമ്മക്കയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ KP ഉമ്മറിൻ്റെ കഥ, നസീർ സാറിൻ്റെ കഥകൾ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഞാനിങ്ങനെ തുറന്ന് പറയുമ്പോൾ ആരും വിഷമിക്കരുത്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ സിനിമാ സുഹൃത്തുക്കളെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വീണ്ടും പറയുന്നില്ല. നമ്മുടെ യൂട്യൂബുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ച് സംസാരിക്കുന്ന, പ്രത്യേകിച്ചും കൊച്ചിയിലൊക്കെ ഉള്ള ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് എന്നെ കൂടുതലും വിളിക്കുന്നത്. ഒരുപാട് നേരം സംസാരിക്കും, ഒരുപാട് നേരം. ഒരു ഊണ് താങ്കൾ വെയിറ്ററിനായിട്ട് ഞാനും ഒരു ഉച്ചയ്ക്ക് ഊണ് വെയിറ്ററിനാക്കാം, നമുക്ക് BTH പോയി എൻ്റെ കൂടെ ഇരുന്ന് താങ്കളൊരു പ്രാവശ്യം ഉണ്ണണം എന്ന് പറയുന്നൊരു സുഹൃത്ത്, മുസ്ലിം സുഹൃത്തുണ്ട് എനിക്ക്. ഒരുപാട് പേരുണ്ട്. നമ്മൾ ഈ ജാതിയും മതവും ഒന്നും ഇല്ലാതെ, രാഷ്ട്രീയമോ ഒന്നും ഇല്ലാതെ എല്ലാവരെയും കാണുന്നതുകൊണ്ട് ഇതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ചില കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന കുറേ കിളവന്മാരുണ്ട്. ഈ മതം പറഞ്ഞ് അങ്ങേയറ്റം വരെ, അതായത് മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തീവ്ര ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ചില പാർട്ടികളുണ്ടല്ലോ, സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അവരെക്കാൾ മറികടക്കുന്ന ചില കിളവന്മാരുണ്ട്. ഇന്നലെ എനിക്കൊരു ഈ പറഞ്ഞ പോലെ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന ഒരു കിളവൻ 2 വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. നിങ്ങൾ പരസ്യമായി നസീർ സാറിനോട് മാപ്പ് പറയണം. അദ്ദേഹം എത്ര മാന്യമായിട്ടാണ് വിജയശ്രീയോടും ഷീലയോടും പെരുമാറിയത്, നിങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെ കഴപ്പെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ ഭാഷയിൽ എനിക്കൊരു 2 വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഞാനാണെങ്കിൽ പെട്ടെന്ന് എന്നെ ആരെങ്കിലും വ്യക്തിപരമായി ഞാനൊരു മോശക്കാരനാണെന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് പ്രതികരിക്കണമെന്ന് വിചാരിച്ചു, എന്നിട്ടും കൺട്രോൾ ചെയ്തു. രാത്രിയല്ലേ എന്ന് പറഞ്ഞ് വിട്ടു. ഇന്ന് രാവിലെ ഞാനൊരു വോയിസ് മെസ്സേജ് അങ്ങോട്ട് അയച്ചു കൊടുത്തു. വയറ് വീർത്ത് കാണും. കുഴിയിലോട്ട് പോറായില്ലേ, ഇനിയെങ്കിലും നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരുന്നൂടെ എന്ന് പറഞ്ഞ് നല്ലൊരു മെസ്സേജ് ഞാൻ അയച്ചു കൊടുത്തു. നസീർ സാർ ഒരു ദൈവമൊന്നുമല്ല. നസീർ സാറ് മജ്ജയും മാംസമുള്ള നല്ല മനസ്സിനുടമയായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ മഹാത്മാഗാന്ധിജിയെ പറയും പോലെ തന്നെ തെറ്റുകളും കുറ്റങ്ങളും നസീർ സാറിനും ഉണ്ടായിട്ടുണ്ട്. മധുവയ്പ്പനയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, വിജയശ്രീയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ. പക്ഷേ പുള്ളി പറയുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പടച്ചോന് പകരം ഇപ്പം ഈ കളവനൊക്കെ കാണുന്നത് നസീർ സാറിനാണെന്ന് തോന്നുന്നു. നസീർ സാറ് ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യനുള്ള എല്ലാ ദൗർബല്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എക്സ്ട്രാ ഓർഡിനറി മാന്യനായിരുന്നു. ഞാൻ ആ കണ്ണിലാണ് നസീർ സാറിനെ കാണുന്നത്. നിങ്ങൾക്കറിയാമല്ലോ എത്ര കഥ ഞാൻ നസീർ സാറിനെ കുറിച്ച് ചെയ്തതെന്ന്. അതിൽ നമ്മൾ വിജയശ്രീയെക്കുറിച്ചോ ഷീലയെക്കുറിച്ചോ എന്തെങ്കിലും പറയുന്ന ആദ്യം കയറി ചൊരുക. കാരണം അതൊന്നും പറയാൻ പാടില്ല. ഇപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ വെള്ളം പോലും കൊണ്ടുവരാൻ അമുസ്ലിങ്ങളായ ഒരാളെയും അനുവദിച്ചില്ല. അത് മോശമായിപ്പോയി, നസീർ സാറിനോട് കാണിച്ച ക്രൂരതയായിപ്പോയി, അങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങളുടെ സമുദായത്തിൽ ഞങ്ങൾ തന്നെയാണ് അവസാനമായിട്ട് കുളിപ്പിക്കുന്നത്, അത് വേറെ ആരെയും ഞങ്ങൾ തൊടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പഴഞ്ചൻ കളവന്മാർ, അല്ലെങ്കിൽ പഴഞ്ചൻ മനസ്സുള്ളവന്മാർ ഒരുപാട് പേരിപ്പോൾ നസീർ സാറിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇവനൊക്കെ മനസ്സിലാക്കേണ്ടത് നസീർ സാറിൻ്റെ ഡ്രൈവർ, നസീർ സാറിൻ്റെ മേക്കപ്പ് മാൻ, നസീർ സാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, നസീർ സാറിൻ്റെ എന്താ പറയുക മാനേജർ, എല്ലാം ഒരാളെ പോലും അദ്ദേഹം മുസ്ലിങ്ങളെ വച്ചിരുന്നില്ല എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ മോശമായതുകൊണ്ടല്ല, അദ്ദേഹം ഒരു ജനകീയനായിരുന്നു. അതുകൊണ്ടാണ് ചെറിയങ്കിഴി രാമകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ കോളേജ് പ്രൊഫസറെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ മാനേജരാക്കി. സോമൻ എന്ന് പറഞ്ഞ മേക്കപ്പ് മാനെ സോമൻ വിട്ടുപോകുന്നവരെയും, അല്ലെങ്കിൽ നസീർ സാർ സിനിമ അഭിനയം മതിയാക്കുന്നവരെയും സോമനായിരുന്നു മേക്കപ്പ് മാൻ. ഇങ്ങനെ പറയാൻ തുടങ്ങിയ എല്ലാവരും അങ്ങനെയുള്ളവരായിരുന്നു.
ആ മനുഷ്യനെയാണ് നിങ്ങളാരും അതിലൊന്നും ഇടപെടണ്ട, ഞങ്ങൾ മുസ്ലിങ്ങൾ ഞങ്ങളുടെ കൺകണ്ട ദൈവമാണ്, ഞങ്ങൾ നസീർ സാറിനെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, വേറെ ആരും പിടിക്കണ്ട എന്നുള്ള ഒരു കാര്യം വൃത്തികെട്ട സ്വഭാവക്കാരാണ് ഇങ്ങനെ വിമർശനങ്ങൾ പറയുന്നത്. ഇതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. നമസ്കാരം. വീണ്ടും നമ്മുടെ സിനിമാ വാരഫലത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വാരം പറഞ്ഞതുപോലെ തന്നെ സംഭവബഹുലമായ ഒരുപാട് സംഭവങ്ങൾ നടന്ന, വേണമെങ്കിൽ 2 എപ്പിസോഡ് ചെയ്യാവുന്ന അത്രയും സംഭവങ്ങൾ ഈ ആഴ്ച ഒരാഴ്ച കൊണ്ട് നടന്നു. അതിൽ നിന്ന് നോട്ടബിളായ ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സൂര്യൻ്റെ മുഖം മുറം വെച്ചടയ്ക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. തൽക്കാലത്തേക്ക് സൂര്യൻ്റെ പ്രകാശത്തിൽ ഒരു നിഴൽ വീഴ്ത്താൻ ചിലപ്പോൾ ഈ മുറം കൊണ്ട് കഴിയും. അതിനപ്പുറം സൂര്യൻ എന്ന് പറയുന്ന ഉപഗ്രഹം എന്ന് പറയുന്നത് ശരിയല്ല, സൂര്യൻ എന്ന് പറയുന്ന ദൈവം എന്ന് തന്നെ പറയാം. നമുക്ക് വെളിച്ചം തരുന്ന ആളല്ലേ. ആ മനുഷ്യനെ നമ്മൾ ദൈവമായിട്ട് തന്നെ കാണാം. നല്ല ചെയ്യുന്ന ആളല്ലേ, അദ്ദേഹം ജ്വലിച്ച് തന്നെ നിൽക്കും. ഞാൻ നിയമസഭയിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ശാന്തിപിള്ളയുടെ അഭിപ്രായം എന്താണെന്ന് ആദ്യ പിണറായി മന്ത്രിസഭയുടെ ഇലക്ഷന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയത്ത് എന്നോട് വിളിച്ചു ചോദിച്ച ആളായിരുന്നു KPSC ലളിത. ശാന്തിപിള്ളേ, വടക്കാഞ്ചേരിയിൽ മിക്കവാറും ഞാനായിരിക്കും സ്ഥാനാർത്ഥി, ഞാൻ നിൽക്കുന്നതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് നിറയെ പടങ്ങളില്ലേ, അതൊക്കെ അവസാനിപ്പിക്കേണ്ടി വരില്ലേ, എന്തിനാണ് ഇപ്പോൾ MLA ആകാൻ ആഗ്രഹിക്കുന്നത്, ചേച്ചിക്ക് വേറെ പണിയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. പാർട്ടി മത്സരിക്കാൻ പറയുന്നു. MLA ആയാലേ ദിനേശിന് ശാന്തിപിള്ളയ്ക്ക് അറിയാമല്ലോ, എനിക്ക് മോശമല്ലാത്ത കടമുണ്ട്, അത് അഭിനയിച്ചാൽ തീരില്ല, അത് തീർക്കാനാവുമല്ലോ ഏത് MLA ആയാൽ. എത്ര സാധു സ്ത്രീ എന്ന് ആലോചിച്ച് നോക്കും. ഇതാരാ ചേച്ചിക്ക് പറഞ്ഞു തന്നെ എന്ന് ഞാൻ ചോദിച്ചു. MLAയുടെ ശമ്പളവും TAയും കിട്ടും ചേച്ചി, പിന്നെ കാലാവധി 2.5 വർഷം എന്തോ തേച്ചാൽ പെൻഷനും കിട്ടും. അതിപ്പോൾ ഒരു പടത്തിൽ അഭിനയിച്ചാൽ ചേച്ചിക്ക് കിട്ടില്ലേ എന്നായി ഞാൻ. അയ്യോ ശാന്തിപിള്ള, ഇത് തന്നെ ഭാഗ്യലക്ഷ്മിയും പറയുന്നു കേട്ടോ. അപ്പോൾ ഞാൻ MLA ആകണ്ട അല്ലേ? നാമനിർദ്ദേശ പത്രിക കൊടുക്കണം, ഇലക്ഷൻ പ്രചരണം നടത്തണം, വോട്ട് ചെയ്ത് നമ്മുടെ പാർട്ടിക്ക് കൂടുതൽ വോട്ട് വരണം, എന്നാലേ ഞാൻ ജയിക്കൂ എന്നുള്ള ബോധമൊന്നും ചേച്ചിക്കില്ല. ചേച്ചി വിചാരിക്കുന്നത് ഇടതുപക്ഷം മുന്നണി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MLA എന്നാണ് ചേച്ചി വിചാരിക്കണേ. അപ്പം ഞാൻ MLA ആകണ്ട അല്ലേ? ഇത്രയും പൊതുവിജ്ഞാനമേ ലളിത ചേച്ചിക്ക് ഉണ്ടായിരുന്നുള്ളൂ. MLA ആയാൽ ലക്ഷങ്ങളും കോടികളും വന്ന് മറിയും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഭരതേട്ടൻ വരുത്തി വെച്ച കടങ്ങളും സിദ്ധാർത്ഥന് സംഭവിച്ച കാർ അപകടത്തിലും പെട്ട് അതിൻ്റെ ചികിത്സയെല്ലാമായിട്ട് ഒരുപാട് ലക്ഷങ്ങൾ ചേച്ചിക്ക് കടമുണ്ടായിരുന്നു. അതൊക്കെ തീർക്കാനാവും ഒരു MLA ആയാലെന്ന് പാവം ചേച്ചി വിശ്വസിച്ചു. ഞാൻ ഭാഗ്യലക്ഷ്മിയെ വിളിച്ച് കാര്യം പറഞ്ഞു. ആരോ ചേച്ചി ഇങ്ങനെയൊക്കെ ഫീഡ് ചെയ്തിരിക്കുകയാണെന്നും ഞാൻ പരമാവധി മത്സരിക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല എന്നും ദിനേശും ദുരുത്സാഹപ്പെടുത്തിയത് നന്നായി എന്നും അന്ന് ഭാഗ്യലക്ഷ്മി എന്നോട് പറഞ്ഞു. ചേച്ചി മത്സരിച്ചില്ല, പകരം കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണായി. ആദ്യ മന്ത്രിസഭ പിണറായിയുടെ മന്ത്രിസഭയിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണായി. നല്ല കാര്യം. അപ്പോഴാണ് ഒരു വാർത്ത വരുന്നത്, സംഗീത നാടക അക്കാദമിയുടെ സ്റ്റേജിൽ തനിക്കൊരു മോഹിനിയാട്ടം കളിക്കാനായിട്ട് ഒരു അവസരം തരുമോ നൃത്തം ചെയ്യാനെന്ന് ഒരു അപേക്ഷ പോലെ കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമേശ്വരൻ ഒരു അപേക്ഷ കൊടുത്തു. ചേച്ചി അത് നിരസിച്ചെന്നും രാമകൃഷ്ണൻ കരയുകയോ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോ അതിന് ആത്മഹത്യ ചെയ്താൽ എന്തെന്ന് ആലോചിച്ചെന്നോ ഒക്കെയുള്ള വാർത്ത തീ പടരും പോലെ അങ്ങ് പടർന്നു. ഞാനപ്പോഴും ചേച്ചിയെ വിളിച്ച്, ചേച്ചിക്ക് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ലായിരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ചേച്ചിയോട് ഞാൻ ഇക്കാര്യം വിശദമായി പറഞ്ഞു. ചേച്ചി, RLV രാമകൃഷ്ണനോടൊക്കെ കളിക്കുന്നത് സൂക്ഷിക്കണം, ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്ത് ചേച്ചി അകത്താക്കാവുന്ന വിഷയമാണ് എന്നാണ്. എൻ്റെ ഭഗവാനെ എന്നാണ് ചേച്ചി അന്ന് വിളിച്ചത്.
അപ്പോൾ അങ്ങനെയുള്ള വിഷയമാണെന്ന് പറയുമ്പോൾ ചേച്ചി എന്നോട് ചോദിക്കുന്നത് ഞാനതിന് എന്ത് കുറ്റം ചെയ്തു ശാന്തിപിള്ള എന്നായിരുന്നു. സെക്രട്ടറിയോ ചുമതലക്കാരോ ബോർഡ് അംഗങ്ങളോ ആരോ പറ്റിച്ച പണിയായിരിക്കാം. ചേച്ചി അത് ഏറ്റെടുത്തതാകാം. എങ്ങനെയൊക്കെയോ ആ പ്രശ്നം രൂക്ഷമാകാതെ അക്കാലത്ത് അവസാനിച്ചു. രാമകൃഷ്ണൻ പിന്നെ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുമില്ല. കാരണം വേറൊരു നാടകം ഇറങ്ങിയപ്പോൾ ലളിത ചേച്ചി അങ്ങ് വിട്ടു. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് RV രാമകൃഷ്ണൻ സന്തോഷത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. സെപ്റ്റംബർ 19, 20, 21 തീയതികളിൽ കേരള സംഗീത നാടക അക്കാദമി നടത്തുന്ന ത്രിഭംഗി ദേശീയ നൃത്ത ഉത്സവത്തിൽ 19-ാം തീയതി തുടങ്ങുന്ന ദിവസം വൈകിട്ട് 6:30 RLV രാമകൃഷ്ണൻ തൻ്റെ മോഹിനിയാട്ടം കേരള സംഗീത നാടക അക്കാദമിയുടെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു. കെട്ടകാലത്ത് തന്നോടൊപ്പം നിന്നവർക്ക് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടാണ് രാമകൃഷ്ണൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഗസ് ചെയ്യുന്നു, ഒരു കാലത്ത് കേരള കലാമണ്ഡലത്തിൻ്റെ തലവനാകാനുള്ള അവസരം രാമകൃഷ്ണനെ തേടി വരുന്ന കാലം വിദൂരമല്ല എന്ന് രാമകൃഷ്ണനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 100% അർഹതപ്പെട്ട പോസ്റ്റായിരിക്കും. കേരള കലാമണ്ഡലത്തിൻ്റെ തലവനായി, പ്രിൻസിപ്പലായി RLV രാമകൃഷ്ണനെ നിയമിച്ചു എന്നുള്ള വാർത്ത വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ, ഒരു മോഹിനിയാട്ട നർത്തകനാണ്. ഈ വരുന്ന സെപ്റ്റംബർ 19, 20, 21 തീയതികളിൽ കേരള സംഗീതനാടക അക്കാദമി അണിയിച്ചൊരുക്കുന്ന ത്രിഭംഗി എന്ന ദേശീയ നൃത്തോത്സവത്തിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. സെപ്റ്റംബർ 19-ാം തീയതിയാണ് ഞാൻ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത്. ഇതിനായി അവസരമൊരുക്കി തന്ന കേരള സർക്കാരിനോടും സാംസ്കാരിക വകുപ്പിനോടും കേരള സംഗീതനാടക അക്കാദമിയോടും വിശിഷ്യ ഇതിന്റെ ക്യൂറേറ്ററോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വേദിയും അംഗീകാരവുമായി ഞാൻ ഈ വേദിയെ കാണുന്നു. എല്ലാവരും വരിക, പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം. അടുത്തൊരു കഥ. എനിക്കൊരു ആരാധകൻ അയച്ചു തന്ന ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരാൾ നമുക്കെല്ലാം സുപരിചിതമാണ്, സാക്ഷാൽ പത്മശ്രീ അല്ലെങ്കിൽ പത്മഭൂഷൺ യേശുദാസ്. കൂടെയുള്ള കഷണ്ടി തലേനെ ക്ലാസിക്കൽ സംഗീതവുമായി ബന്ധമോ ആരാധനയോ ഇല്ലാത്ത ആൾക്കാർക്ക് അറിയണമെന്നില്ല. 1985, 90 കാലഘട്ടത്തിനിടയ്ക്ക് കേരളത്തിലെ പത്രങ്ങളിലൊക്കെ പ്രധാന ഹെഡിങ്ങിൽ സ്ഥാനം പിടിച്ച പയ്യൻ വളർന്ന് കഷണ്ടിയും അകാല നരയുമായി നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് കുറേ കാലം പിന്നിലേക്ക് പോയി. കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണല്ലോ സൂര്യ. ഒരു കാലത്ത് സൂര്യയിൽ ഒരു അംഗത്വം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അംഗത്വം കിട്ടാനായിട്ട് ഞാനടക്കമുള്ളവർ അലഞ്ഞ കഷ്ടപ്പാട് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സൂര്യയുടെ ഒരു അംഗത്വം കിട്ടാൻ. സൂര്യയുടെ വേദിയിൽ ഒന്ന് പാടാൻ, ഒരു ഡാൻസ് ചെയ്യാൻ, 2 വാക്ക് സംസാരിക്കാൻ, സൂര്യ ഫെസ്റ്റിവലിൽ തൻ്റെ സിനിമയുടെ ഒരു ഷോ നടത്താൻ ആരുടെയൊക്കെ ശുപാർശയുമായി ചെല്ലുന്ന കാലമുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ, അല്ലെങ്കിൽ കോവിഡിന് മുമ്പ് വരെ. എല്ലാ വർഷവും സൂര്യ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് ഒക്ടോബർ 2-ാം തീയതി നമ്മുടെ ഗാനഗന്ധർവൻ്റെ സംഗീത കച്ചേരിയോടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരിയോടെയാണ് എല്ലാ വർഷവും സൂര്യ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത്. ടാഗോർ തിയേറ്ററിലൊക്കെ സീറ്റ് കിട്ടാതെ നിലത്തിരുന്നായിരുന്നു ഉദ്ഘാടന പ്രോഗ്രാം ശ്രോതാക്കൾ കേട്ടിരുന്നത്. ഒരിക്കൽ യേശുദാസ് ആ പതിവ് തെറ്റിച്ചു. ഒക്ടോബർ 2-ന് തനിക്കെത്താൻ കഴിയില്ല എന്ന് സൂര്യയുടെ എല്ലാമായ സൂര്യ കൃഷ്ണമൂർത്തി എന്നെല്ലാവരും വിളിക്കുന്ന കൃഷ്ണമൂർത്തി സാറിന് വിളിച്ച് യേശുദാസ് അറിയിച്ചു. ഒക്ടോബർ 2-ന് വരാൻ പറ്റിയില്ലെങ്കിൽ യേശുദാസ് ഇനി സൂര്യയിൽ പാടണ്ട എന്ന് കൃഷ്ണമൂർത്തിയും തീരുമാനിച്ചു. പകരം അദ്ദേഹത്തിന് വേണമെങ്കിൽ
ഡോക്ടർ മുരളീകൃഷ്ണ അടക്കം, ബാലമുരളീകൃഷ്ണ അടക്കം ഇന്ത്യയിലെ ഒന്നാം നിരയിൽപ്പെട്ട ആരെ വേണമെങ്കിലും എത്തിക്കാനാവും. അത്രയും ബന്ധങ്ങളുണ്ട് സൂര്യകൃഷ്ണമൂർത്തിക്ക്. കൃഷ്ണമൂർത്തി ചെയ്തത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തൻ്റെ അനുപമമായ കഴിവ് ക്ലാസിക്കൽ സംഗീതത്തിൽ തെളിയിച്ച 13-14 വയസ്സുള്ള ശങ്കരൻ നമ്പൂതിരി എന്ന ബാലനെ ഉദ്ഘാടന ദിവസം സൂര്യയുടെ സ്റ്റേജിലിരുത്തി പാടിച്ചു. വലിയ വാർത്തയായി. യേശുദാസിന് പകരം 13 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സുള്ള ശങ്കരൻ നമ്പൂതിരി പാടുന്നു. അതൊരു ഒന്നാം തരം വാർത്തയായി. യേശുദാസ് പാടിയിരുന്ന വേദിയിൽ ശങ്കരൻ നമ്പൂതിരി എന്ന പയ്യൻ പാടുന്നു ശാസ്ത്രീയ സംഗീതം. ശരിക്കും പറഞ്ഞാൽ യേശുദാസിന് കർണത്ത് കൊടുത്ത ഒരു തല്ലിനേക്കാൾ ഭീകരമായിപ്പോയി കൃഷ്ണമൂർത്തി എടുത്ത നിലപാട്. കുട്ടി ശങ്കരൻ നന്നായിട്ട് ശ്രോതാക്കളുടെ കയ്യടി നേടി. അതോടെ ശങ്കരൻ നമ്പൂതിരി ഒരു താരമായി മാറി. നിറയെ പ്രോഗ്രാമുകളും ആരാധകരും. എവിടെയോ വച്ച് ശങ്കരൻ നമ്പൂതിരിയുടെ സ്വഭാവത്തിൽ ട്രാക്ക് മാറി എന്ന വാർത്തകൾ പരന്നു. വിസ്മൃതിയിൽ പോയ പോലെ ആരും ആ യുവഗായകനെ പറ്റി പറയാതെയായി അല്ലെങ്കിൽ ചിന്തിക്കാതായി. വീണ്ടും ശങ്കരൻ നമ്പൂതിരി ഉയർന്നു വന്നു. നിറയെ സ്റ്റേജ് പ്രോഗ്രാമുകൾ, ആൽബങ്ങൾ, പിന്നണി ഗാലാപനം ഒക്കെയായി പുനർജന്മം പോലെ ഒരു വരവ് വന്നു. വിളയാതെ പഴുത്ത മാമ്പഴം പോലെ ഈ ഗായകൻ്റെ വളർച്ചയുടെ തോത് മുരടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ആ സൂര്യയിലൊക്കെ പാടുന്ന കാലത്ത് ഞാൻ കരുതിയത് ഇദ്ദേഹം ഒരു താരമായി വളർന്നു പന്തലിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വന്ന ചില കുഴപ്പങ്ങൾ കൊണ്ട് അത്രയും ഉയരത്തിൽ ശങ്കരൻ നമ്പൂതിരി എത്തിയില്ല. ഇപ്പോൾ ശങ്കരൻ നമ്പൂതിരിക്ക് 54 വയസ്സായിരിക്കുന്നു. അദ്ദേഹം കുറിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കയറി നോക്കണം. അദ്ദേഹം കുറിക്കുന്നതെല്ലാം മറ്റാരുടെയോ മുതുകിൽ പരാതികളും പരിഭവങ്ങളും ചാരി വയ്ക്കുന്നത് പോലെയുണ്ട്. ഒരു നിരാശ കലർന്ന കുറിപ്പുകളാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഞാൻ ഒരു 100 കുറിപ്പ് വായിച്ചു. അതിലെല്ലാം ഞാൻ പെർഫെക്റ്റാണ്, പക്ഷേ എൻ്റെ കൂടെ നടന്നവർ, ഞാൻ വിശ്വസിച്ചവർ, ഞാൻ സ്നേഹിച്ചവർ എല്ലാം എന്നെ വഞ്ചിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കുറിപ്പിട്ടിരിക്കുന്നത്. ഒരിക്കലും ശങ്കരൻ നമ്പൂതിരി അത് ശരിയല്ല, താങ്കൾ ചെറിയ ചുവടുപിഴ താങ്കൾക്കുണ്ടായതാണ് ഇതിൻ്റെ എല്ലാം കാരണം എന്ന് ഞാൻ പറയും. അടുത്ത കഥ, മലയാള സിനിമ ഗാനശാഖയിലെ ത്രിമൂർത്തികളായ പി ഭാസ്കരൻ മാഷ്, വയലാർ രാമവർമ്മ, ONV കുറുപ്പ് സാർ, ഈ 3 പേര് കഴിഞ്ഞാൽ മലയാളത്തിലെ പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരിൽ ആരൊക്കെയാണ് ഇഷ്ടം എന്ന് എന്നോട് ചോദിച്ചാൽ, ഇപ്പോൾ തമ്പി സാർ മനോഹരമായ ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട്, യൂസഫ് അലി കച്ചിരി ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഖാദർ സാർ ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട്, ബിച്ചു തിരുമലയും ഭരണിക്കാവ് ശിവകുമാറും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരു നിരയുണ്ട്. പലരുടെയും പല പാട്ടുകളും എനിക്ക് പ്രിയപ്പെട്ടവയാണ്. ഈ പറഞ്ഞവരുടെ കുറച്ചെങ്കിലും തല്ലിപ്പൊളി പാട്ടുകളും ഇവരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. TP ശാസ്ത്രജ്ഞനെ പോലെ പാട്ടുകളെ ഇഴകീറി പരിശോധിക്കാനോ എല്ലാവരെയും നന്നെന്ന് പറയുന്ന രവി മേനോനെ പോലെയോ പറയാൻ എനിക്ക് അറിഞ്ഞും കൂടാ. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ടിനെ അധികം നമ്മുടെ പ്രോഗ്രാമിൽ കയറ്റാത്തത്. ഈ പറഞ്ഞവരുടെയൊക്കെ സമകാലികരനാണ് MD രാജേന്ദ്രൻ. സ്നേഹപൂർവ്വം എല്ലാവരും MDR എന്ന് വിളിക്കുന്ന MD രാജേന്ദ്രൻ എന്ന കൊച്ചു മനുഷ്യൻ എന്ന് പറയാം. ആളിൽ കൊച്ചായ മനുഷ്യനല്ലേ. എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല. MDR എന്താ പറയുക ചെയ്തൊരു പാട്ട്, അടുത്തിടെ മരിച്ചുപോയ സംവിധായകൻ മോഹൻ എന്ന് പറഞ്ഞ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ ഇളയരാജ സംഗീതം നൽകി കൃഷ്ണേന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട്. അല്ലിയിളം പൂവോ ഇല്ലിമുളം തേരോ തെങ്ങിള നീരോ തേൻമൊഴിയോ മഞ്ഞിൽ വിരിഞ്ഞ നിലാവോ എന്ന് ചോദിക്കുന്ന മനോഹരമായൊരു പാട്ടാണ്. എന്താണെന്നറിയില്ല, ഈ പാട്ട് ദിവസവും 2 പ്രാവശ്യമെങ്കിലും കേൾക്കുമ്പോൾ എനിക്ക് ഒരു സുഖമാണ്. അത്രയും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു പാട്ടാണ്. വേണുമേനോൻ എന്ന നെടുമുടി വേണു ചെയ്ത വേണുമേനോൻ എന്ന ഹതഭാഗ്യനായ മനുഷ്യൻ്റെ അവസ്ഥ കാരണമാണോ, അയാളെ സ്വന്തമാക്കിയ ഉഷ എന്ന കുഞ്ഞിൻ്റെ കുട്ടിത്വമാണോ, രജനി എന്ന പെൺകുട്ടി സാഹചര്യങ്ങൾ കൊണ്ട് വ്യഭിചാരിയായി മാറിയതാണോ മനസ്സിൽ ഈ പാട്ടിനെ പ്രതീക്ഷിച്ചതെന്ന് എനിക്ക് പറയാനറിയില്ല. ദാസേട്ടൻ പാടേണ്ടിയിരുന്ന പാട്ടാണ്. ട്രാക്ക് പാടിയത് കൃഷ്ണേന്ദ്രനായിരുന്നു. എങ്ങനെയോ ട്രാക്ക് പാടിയ കൃഷ്ണേന്ദ്രന് നെറുക്ക് വീണു. ദാസേട്ടൻ പാടിയിരുന്നെങ്കിൽ പാട്ടിന് കുറച്ചുകൂടി പ്രൊഫഷണലിസം ഉണ്ടായേനെ. പക്ഷേ
ഈ പാട്ടിന് കൃഷ്ണചന്ദ്രൻ്റെ ശബ്ദം വന്നതാകണം ഈ ഗാനം ഇത്രയും ശ്രദ്ധിക്കപ്പെടാനായതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്കതുകൊണ്ടാണ് ഇഷ്ടം. കൃഷ്ണചന്ദ്രൻ പാടിയിരിക്കുന്ന തികച്ചും പ്രൊഫഷണൽ അല്ലാത്ത ശബ്ദത്തിൽ അദ്ദേഹം പാടിയിരിക്കുന്നതാണ് എനിക്ക് ആ പാട്ട് പ്രിയങ്കരമായത്. എം ഡി രാജേന്ദ്രൻ കുറച്ച് നല്ല സിനിമകൾക്ക് പാട്ടെഴുതി. കുറച്ചായതുകൊണ്ടാണോ എഴുതിയത് ഭരതനെയും നമ്മുടെ മോഹനെയും പോലുള്ള കലാകാരന്മാർക്ക് വേണ്ടിയാണോ എഴുതിയത്, അതുകൊണ്ടാണോ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ദേവരാജ മാഷും ഇളയരാജയും ജോൺസണും കീരവാണിയും ഒക്കെയാണ് എം ഡി ആറിൻ്റെ പാട്ടുകൾക്ക് ഈണം വിട്ടത്. അത് കാരണം എല്ലാ പാട്ടുകളും ശ്രദ്ധിച്ചതാണോ എന്നും എനിക്കറിയില്ല. പക്ഷേ രസകരമായ പാട്ടുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ദേവരാഗത്തിലേക്ക് പാട്ട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക്. ഇടയ്ക്കിടെ എന്നെ എം ഡി ആർ വിളിക്കും, ധാരാളം സംസാരിക്കും. ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂർ സമയം ഒരു കോളിലെടുക്കും രാജേന്ദ്രൻ ചേട്ടൻ. രസകരമായ പഴയ ഓർമ്മകൾ ഓർത്തോർത്ത് പറയുമ്പോൾ അതിലും രസകരമാണ് അദ്ദേഹം എം ജിയെക്കുറിച്ചും പത്മരാജനെക്കുറിച്ചും ദേവരാജനെക്കുറിച്ചും ഭരതനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ അവരെയൊക്കെ അനുകരിക്കുന്നത് പ്രത്യേകം എടുക്കാണത്. കൃത്യം എം ജിയൊക്കെ സംസാരിക്കുന്ന പോലെ സംസാരിക്കും. ഭരതൻ പറയുന്ന പോലെ എടാ രാജേന്ദ്ര അല്ലെങ്കിൽ എടാ എം ഡി ആറെ എന്ന് വിളിക്കുന്ന ആ ടോണൊക്കെ പറയുന്ന കേട്ടാൽ ഭരതേട്ടൻ എങ്ങോട്ട് പോയി എന്ന് കേൾക്കണ്ട. അദ്ദേഹത്തിൻ്റെ അനുജനാണ് പ്രശസ്ത നോവലിസ്റ്റായ അല്ലെങ്കിൽ ഒരുപാട് സീരിയലുകൾക്ക് തിരക്കഥ എഴുതിയ എം ഡി അജയ് ഘോഷ്. അജയ് ഘോഷാണ് എൻ്റെ സുഹൃത്ത്. രാജേന്ദ്രൻ ചേട്ടൻ അതിന് ശേഷമാണ് ഞാൻ പരിചയപ്പെട്ടത്. സുഹൃത്തല്ലല്ലോ, ചേട്ടനാണ്. 2 നാൾ മുമ്പ് എം ഡി ആർ വിളിച്ചപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു പുതിയ പുസ്തകത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ശ്രാവണ ബളഗോള എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ശ്രാവണ ബളഗോളയിൽ അദ്ദേഹം പറയുന്ന അതൊരു കവിതയാണ്. കവിത ഒരു വലിയ നീണ്ട കവിതയാണ് പുസ്തകം. എന്നോട് പറഞ്ഞു അത് വായിക്കണം, അഭിപ്രായം പറയണമെന്ന്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കവിതയുമായി പുലബന്ധം പോലും ഇല്ലാത്തതും കടികട്ടി കവിതകൾ വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലായ്മയും ഒക്കെ മറച്ചു വയ്ക്കാതെ തന്നെ ഞാൻ രാജേന്ദ്രൻ ചേട്ടനോട് പറഞ്ഞു, അയ്യോ ചേട്ടാ, എനിക്ക് നിങ്ങൾ പറയുന്ന ഈ ശ്രാവണ ബളഗോള വായിച്ചൊന്നും എനിക്കൊന്നും പറയാൻ കഴിയില്ല. ഇല്ലല്ല, അത് നിങ്ങൾക്ക് വായിച്ചാൽ പറയാൻ പറ്റും, അതിൻ്റെ അഭിപ്രായം പറയണം എന്ന് പറഞ്ഞു. ശാന്തിവിള ശ്രാവണ ബളഗോള വായിച്ചിരിക്കണം. വിലാസം പറ എന്നായി അദ്ദേഹത്തിൻ്റെ അടുത്ത മറുപടി. ഞാൻ വിലാസം അയച്ചു കൊടുത്തു. ഇന്നെനിക്ക് പുസ്തകം എത്തി. എം ഡി വായിച്ച കവിതയാണ് ശ്രാവണ ബളഗോള. ഒരു സിനിമയ്ക്ക് ഇതിൽ സാധനമുണ്ടെന്ന് പറഞ്ഞ പുസ്തകമാണ്. എം ഡി പറഞ്ഞു ഇതിലൊരു സിനിമയ്ക്കുള്ള സാധനമുണ്ട് എന്ന് പറഞ്ഞ പുസ്തകമാണ്. ജൈവതത്വത്തിൽ ജൈനി മേടുകൾ താണ്ടി താങ്ങി ജൈവസത്യത്തിൽ ഐതിഹാസിക തലം തേടിയ പുസ്തകമാണെന്നൊക്കെയാണ് ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാനത് വായിച്ചിട്ട് എനിക്ക് ഒരു വരിയും എനിക്ക് മനസ്സിലാക്കാവുന്ന അത്രയും ഞാൻ വളർന്നിട്ടില്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. കഴിയുമെങ്കിൽ 80 രൂപ വിലയുള്ളൂ. ശ്രാവണ ബളഗോള സിനിമ ആസ്വാദകർ അല്ലെങ്കിൽ ഈ അല്ലിയിളം പൂവൊക്കെ ഇഷ്ടപ്പെടുന്നവർ ആ പുസ്തകം വാങ്ങി വായിക്കണം എന്ന് ഞാൻ പറയും. അടുത്ത കഥ രസകരമാണ്. ഈ ആലിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് വരുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ കണക്കാണ് പലപ്പോഴും എനിക്ക് മമ്മൂക്കയെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. ആലിപ്പഴം പഴുക്കുമ്പോൾ വായ്പുണ്ണ് വന്നാൽ പിന്നെ കാക്കയ്ക്ക് തിന്നാൻ പറ്റില്ലല്ലോ. ഞാവൽപ്പഴത്തിനാണ് പറയുന്നത്. ആദ്യം ചെയ്ത സിനിമകൾ നന്നാവാതെ പോയ വിഷമത്തിൽ നിന്നുകൊണ്ട് ഡെന്നിസ് ജോസഫുമായിരുന്ന് ഒരു ഡോണിൻ്റെ കഥയുണ്ടാക്കിയൊരു സംവിധായകൻ, ഒരു അധോലോക നായകൻ്റെ, ചെറുപ്പക്കാരനായ ചോര തുടിക്കുന്ന ഒരു അധോലോക നായകൻ്റെ ആ കഥയുമായി മമ്മൂട്ടിയെ സമീപിച്ചു. കാരണം തൊട്ട് മുമ്പ് ചെയ്തത് മമ്മൂട്ടിയെ നായകനാക്കിയാണ് പുള്ളി പടം എടുത്തത്. ആ നേരം അല്പം ദൂരം ഓടിയില്ല. കഥ പറഞ്ഞു. കഥയൊക്കെ കേട്ടിട്ട് പുള്ളി കൂളായിട്ട്, നമുക്ക് ചില നേരത്ത് ചങ്ക് കുത്തി പോകുന്ന വർത്തമാനം പറയുമല്ലോ. നിനക്ക് നന്നായി ഡ്രൈവിംഗ് അറിയാം, വേണേൽ എൻ്റെ കൂടെ കൂടിക്കോ എന്ന് പകുതി തമാശയിലും പകുതി കാര്യവുമായി മമ്മൂക്ക പറഞ്ഞത് കേട്ട് ഒന്നും പറയാൻ നിൽക്കാതെ ആ സംവിധായകൻ ഇറങ്ങി. ഡെന്നിസ് ജോസഫിനെയും കൂട്ടി എറണാകുളത്ത് എന്താ പറയുക, ഒരു പഴയ കൽപ്പക ടൂറിസം ഉണ്ടായിരുന്നു, പി വി ഗംഗാധരൻ്റെ KTC ഗ്രൂപ്പിൻ്റെ. അതിപ്പോൾ ആശുപത്രിയാണ്. അവിടെ കൽപ്പക ടൂറിസ്റ്റ് ഹോമിൽ ചെന്ന് മോഹൻലാലിനെ കാണണമെന്ന് പറഞ്ഞ് കയറി ചെന്നു. ചിലപ്പോൾ മോഹൻലാൽ ഉറങ്ങിക്കിടക്കുന്ന മോഹൻലാലിനെ പോയി കണ്ടു. സത്യസന്ധമായി കാര്യം പറഞ്ഞു. ഞങ്ങൾ മമ്മൂക്ക വെച്ച് ചെയ്യാതിരുന്നതാണ്. അദ്ദേഹത്തിനെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ലാലിനൊരു ഡേറ്റ് തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. എപ്പോൾ വേണം ഡേറ്റ് എന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി.
അല്ല കഥ കേൾക്കട്ടെ എന്ന് ചോദിച്ചു. എഴുതാൻ അറിയാവുന്ന തിരക്കഥാകൃത്തിനെയും എടുക്കാൻ അറിയാവുന്ന സംവിധായകനെയും എനിക്ക് വിശ്വാസമാണ് എന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി. നല്ല മറുപടിയല്ലേ, ആലോചിച്ചൊക്കെ. എഴുതാൻ അറിയാവുന്ന തിരക്കഥാകൃത്തിനെയും എടുക്കാൻ അറിയാവുന്ന സംവിധായകനെയും എനിക്ക് വിശ്വാസമാണ് എന്നാണ് പറഞ്ഞത്. അവർ സിനിമ ചെയ്തു. അധോലോക നായകൻ കഥാപാത്രം മോഹൻലാലിന് താരപദവി നേടിക്കൊടുക്കുന്നതായി വളർന്നു. വിൻസെൻ്റ് ഗോമസ് എന്നായിരുന്നു ആ അധോലോക നായകൻ്റെ പേര്, കഥാപാത്രത്തിൻ്റെ പേര്. അതിൽ വിൻസെൻ്റ് ഗോമസ് പറയുന്ന ഒരു ഫോൺ നമ്പറുണ്ട്. മൈ ഫോൺ നമ്പർ ഈസ് 2255 എന്ന് പറയുന്ന ഒരു മനോഹരമായ ഡയലോഗ് പറയുന്ന ഒരു സീനുണ്ടല്ലോ. ചിത്രം ഇറങ്ങിയിട്ട്, രാജാവിൻ്റെ മകൻ ഇറങ്ങിയിട്ട് 39 വർഷമായി. ഈ ഡയലോഗിൻ്റെ പ്രസക്തി ഇന്നും നഷ്ടമായിട്ടില്ല. ഇപ്പോൾ ഒരു 4-5 ദിവസം മുമ്പ് കൊച്ചിയിൽ നടന്ന ഈ നമ്പർ ലേലം വിളിക്കുമല്ലോ. ഫാൻസി നമ്പറാണെങ്കിൽ ലേലം വിളിച്ചാലേ കൊടുക്കുകയുള്ളൂ ട്രാൻസ്പോർട്ട്. അങ്ങനെ ലേലം വിളിച്ച പുതിയ ഒരു നമ്പറിന് വേണ്ടി, നമ്പർ ഏതെന്ന് ചോദിച്ചാൽ 2255, മോഹൻലാൽ പറഞ്ഞ ഫോൺ നമ്പറാണ്. ആ നമ്പർ 3,20,000 രൂപയ്ക്ക് ലേലം വിളിച്ച് മോഹൻലാലിൻ്റെ എല്ലാമായ ആൻ്റണി പെരുമ്പാവൂർ സ്വന്തമാക്കി. അപ്പോൾ മനസ്സിലായില്ലേ കാര്യം? ഈ ചിത്രത്തിൻ്റെ പേരിന് പ്രസക്തിയില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. കാരണം രാജാവിൻ്റെ മകനെന്ന് നിങ്ങൾക്കറിയാം, സംവിധായകൻ തമ്പി കണ്ണന്താനുവാണ്. അങ്ങനെ 2255 എന്ന് പറഞ്ഞാൽ നമ്പർ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പുതിയ കാറിനായി. ഡൽഹിയിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു വിമാനയാത്രയിലാണ് മമ്മൂക്ക. അപ്പോൾ ഈ വിമാനത്തിൽ മമ്മൂക്കയും തിരക്കഥാകാരനായി ശ്രദ്ധേയനായി വരുന്ന രഞ്ജി പണിക്കർ എന്ന പത്രപ്രവർത്തനമുണ്ട്. പഴയ പത്രപ്രവർത്തനമാണല്ലോ, ചിത്രഭൂമിയുടെ ലേഖകനായിരുന്നു, ആൾ കേരള. രഞ്ജി കുറച്ചു കാലം മമ്മൂട്ടി ഇറക്കിയിരുന്ന സുർമ വീഡിയോസിൻ്റെ എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ മമ്മൂട്ടിയായിട്ട് നല്ല ബന്ധമുണ്ട്. പുതിയ വർക്ക് ഏതാണെന്ന് അന്നും ഇന്നും സിനിമാക്കാരോട് ക്യൂരിയോസിറ്റിയോടെ ചോദിക്കുന്ന മമ്മൂക്ക പണിക്കരോട് ചോദിച്ചു, പുതിയ വർക്ക് ഏതാണോ ചോദിച്ചു. KTC PV ഗംഗാധരന് വേണ്ടിയാണ് പുതിയ സിനിമ ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ ഷാജിയും കൂടി. രാഷ്ട്രീയം തന്നെയാണ് വിഷയം. ഇത്തവണ ആത്മീയ രാഷ്ട്രീയമാണ് വിഷയം എന്നും പറഞ്ഞു. അതിലൊരു നായക വേഷമുണ്ട്. ഡൽഹിയിൽ നിന്നും ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തുന്ന ഒരു CBI ഓഫീസറാണ്. ചെയ്യുന്നോ എന്നായി പണിക്കർ. ഞാൻ ഈ CBIയും SIയും CIയും ഒക്കെ ഒരുപാട് ചെയ്തില്ലേ, പിള്ളേർക്ക് വല്ലതും കൊടുക്കുമെന്ന് പറഞ്ഞ് കൊച്ചിയിൽ 20 പേരും പിരിഞ്ഞു. ഫ്ലൈറ്റിലിറങ്ങി 2 പേരും 2 വഴിക്ക് പോയി. ഏതെങ്കിലും പിള്ളേരെ വിളിച്ചു കൊടുക്കുക, ഞാൻ ഇതൊക്കെ ഒരുപാട് ചെയ്തില്ലേ. എന്നിട്ട് അദ്ദേഹം പോയി. ഷാജി കൈലാസ്, രഞ്ജി പണിക്കരുടെ ടീമിൽ തലസ്ഥാനം മുതൽ ചേക്കേറിയ സുരേഷ് ഗോപിക്ക് ആ വേഷം കൊടുത്തു. അതുവരെ സുരേഷ് ഗോപിയുടെ ശബ്ദം അല്ലെങ്കിൽ ആ സുരേഷ് ഗോപിയുടെ മോഡുലേഷൻ ഒക്കെ മിമിക്രിക്കാർക്ക് ഇഷ്ട വിഷയമായിരുന്നു. എല്ലായിടത്തും സുരേഷ് ഗോപി ആക്ഷേപിച്ച് മിമിക്രിക്കാർ കളിക്കുമായിരുന്നു. ഷാജി രഞ്ജി പണിക്കർ ടീം കൊടുത്ത CBI ഉദ്യോഗസ്ഥൻ്റെ നെടുങ്കൻ ഡയലോഗുകൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. സുരേഷ് ഗോപി താരമായി മാറി. CBI ഉദ്യോഗസ്ഥൻ മാധവൻ. ചിത്രം ഏകലവ്യനാണ് എന്ന് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. തൻ്റെ മകൻ്റെ പേര് പോലും മാധവനാക്കി സുരേഷ് ഗോപി. ഒരു കഥയുണ്ടാക്കിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക ചെയ്താൽ നന്നാവുമെന്ന് സംവിധായകന് തോന്നി. നേരെ ചെന്ന് കഥ പറഞ്ഞു. കഥ പുള്ളിക്ക് ഇഷ്ടമായി. പക്ഷേ ഈ അടുത്ത കാലത്ത് 2-3 പടങ്ങളിൽ കുട്ടികളുള്ള നായകനായിട്ട് അഭിനയിച്ചതുകൊണ്ട് പുള്ളിക്കൊരു ചെടിപ്പ്. ഇപ്പം ആ പടം, ഈ പടം, മറ്റേ പടം, ഇതെല്ലാം ഞാൻ കുട്ടികളുള്ള ക്യാരക്ടറാണ് ചെയ്തത്. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ കഥ ഒരു 3 വർഷം കഴിഞ്ഞ് നോക്കാം എന്നായി സാക്ഷാൽ മമ്മൂക്ക. നിരാശനാകാതെ സംവിധായകൻ നേരെ പോയി മോഹൻലാലിനോട് ഈ കഥ പറഞ്ഞു. ഡേറ്റ് റെഡി എന്ന് മാത്രമല്ല, ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിക്കും എന്നും കൂടി അങ്ങ് തീരുമാനിച്ചു. നിർമ്മിച്ചു. പടം ബെമ്പർ ഹിറ്റായി. 2ാം ഭാഗവും വന്നു, അതും ഹിറ്റായി. ഇപ്പോൾ 3ാം ഭാഗം എടുക്കാൻ തയ്യാറെടുക്കുന്നു. ചിത്രത്തിൻ്റെ പേര് ഇതിലും പറയണമെന്നില്ല അല്ലേ, ദൃശ്യം. ജിത്തു ജോസഫായിരുന്നു സംവിധായകൻ. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് നമ്മുടെ യുവനടനായ ആസിഫ് അലിയാണ്. 2024-25 കാലങ്ങളിൽ ഇറങ്ങിയ തൻ്റെ ഒരു സിനിമയും എൻ്റെ മക്കൾക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്ന് ദുബായിൽ പോയി നിന്നിട്ട് ആസിഫ് അലി പറയാണ്. 24-25 ഇറങ്ങിയ എൻ്റെ ഒരു പടവും എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമായില്ല. അച്ഛനെന്താ ലോകയിൽ അഭിനയിക്കാത്തത് എന്നാണ് മക്കൾ ചോദിക്കുന്നതെന്നും ആസിഫ് അലി തുറന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കിയേ,
അച്ഛന് വേറെ പണിയൊന്നുമില്ലേ ഈ തലപ്പൊളി പടങ്ങളൊക്കെ ചെയ്ത് ആ ലോക ചെയ്യാത്ത എന്നാണ് മക്കൾ ചോദിക്കുന്നത്. പിള്ളേരുടെ ആസ്വാദന രീതി മാറിയിരിക്കുന്നുവെന്നും ആസിഫ് പറയുന്നു. ആ ചിന്ത ഉണ്ടായാൽ മതി ആസിഫെ എന്ന് ഞാൻ പറയും. അപ്പോൾ ആസിഫ് ഇപ്പോൾ പുതുതായിട്ട് അഭിനയിക്കുന്ന എന്താ മിറാഷ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ സംവിധായകൻ ജിത്തു ജോസഫാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മമ്മൂക്ക ഉപേക്ഷിച്ച് പോയ പടങ്ങൾ എങ്ങനെയൊക്കെ ആയി എന്നുള്ളത് പറഞ്ഞത്. അടുത്ത കഥ, നമ്മുടെ ചാനലിൽ രാഷ്ട്രീയം പറയരുത് എന്ന് നിരവധി പേർ വിളിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്. പലരോടും ഞാൻ പിണങ്ങുകയാണ് ചെയ്യാറ്. എൻ്റെ ജീവിതത്തിൽ സത്യത്തിൽ ഒന്നും ഒളിക്കാനില്ല, അതിൽ രാഷ്ട്രീയവും ഉണ്ടെന്ന് മാത്രം. എൻ്റെ രാഷ്ട്രീയം, എനിക്ക് ഓരോ രാഷ്ട്രീയക്കാരോടുള്ള കാഴ്ചപ്പാട്, ഇതൊന്നും ഞാൻ ഒളിക്കാറില്ല. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനൽ സിനിമയ്ക്ക് മാത്രമുള്ള ചാനലാണ്. അത് ആദ്യമേ നമ്മൾ തീരുമാനിച്ചതാണ്. യൂട്യൂബും പറയുന്നു സിനിമ മാത്രം മതിയെന്ന്. എനിക്ക് രാഷ്ട്രീയം പറയണമെന്ന് തോന്നുമ്പോൾ എൻ്റെ അഭിമുഖം എടുക്കാൻ വരുന്ന മറ്റ് ചാനലുകളിലാണ് ഞാൻ പറയാറ്. ഇപ്പം പിണറായി വിജയനെക്കുറിച്ചും വെള്ളാപ്പള്ളി നടേശനെക്കുറിച്ചൊക്കെ ഞാൻ കുറേ പറഞ്ഞല്ലോ. 2 ദിവസം കൊണ്ടൊന്ന് 4 ലക്ഷം 5 ലക്ഷം പേര് കണ്ടത്, ഇപ്പോൾ ഒരു 10എങ്കിലും ആയിക്കോട്ടെ. എന്നാൽ നമ്മുടെ ചാനലിൽ ചില സമയങ്ങളിൽ രാഷ്ട്രീയ വിഷയം പറയേണ്ടി വരുന്നത് സിനിമാക്കാരെ രാഷ്ട്രീയക്കാർ മോശമാക്കാൻ നോക്കുമ്പോൾ മാത്രമേ ഞാൻ രാഷ്ട്രീയം പറയാറുള്ളൂ. അല്ലാതെ സിനിമയുമായി ബന്ധപ്പെട്ടല്ലാതെ രാഷ്ട്രീയക്കാരെക്കുറിച്ച് ഞാൻ പറയാറില്ല. ഇപ്പോൾ തന്നെ കഴിഞ്ഞ പിണറായി സർക്കാർ ഭരിക്കുന്ന കാലത്ത് പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു ജി സുധാകരൻ മന്ത്രി, ഇല്ലേ? ഞാനേറെ ബഹുമാനിക്കുന്ന സഖാവാണ്. പറയാനുള്ളത് പറയും, ചക്കരക്കുടത്തിൽ കൈയിടിയില്ല. പൊതുമരാമത്ത് വകുപ്പ് എന്നൊക്കെ പറഞ്ഞാലേ ഇഷ്ടം പോലെ കാശുണ്ടാക്കാവുന്ന വകുപ്പല്ലേ. മിണ്ടാതിരുന്നാൽ മതി, ചോദിക്കൊന്നും വേണ്ട, വന്ന് കുമിയും. പക്ഷേ 10 പൈസ പുള്ളി വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, സ്റ്റേറ്റ് കാറിൽ എവിടെയെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ റോഡ് ടാർ ചെയ്യുന്നുണ്ട്, അവിടെ ഇറങ്ങും. അവിടെ ഇറങ്ങി എല്ലാം നോക്കിയിട്ട് ഇതെന്താ ഇങ്ങനെയാണ്, ഇങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞത്, എഞ്ചിനീയറോടെ മറ്റോടെ മറിച്ചോടെ എന്ന് എല്ലാവരും പിടിച്ച് വരട്ടേക്ക് ചെയ്യുമായിരുന്നു. അത്രയും കറകളഞ്ഞ മന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചക്കരക്കുടത്തിൽ കൈയിട്ടിട്ടുമില്ല. പാർട്ടി നിലപാടനുസരിച്ച് 2 തവണ തുടർച്ചയായി മത്സരിച്ചവരെയും പ്രായം കഴിഞ്ഞവരെയും മത്സരത്തിൽ നിന്ന് ഒഴിവാക്കി. ജി സുധാകരനും ഒഴിവായി. പാർട്ടിക്കായി ഒരുപാട് മാനസിക വ്യഥ അനുഭവിച്ച സഖാവാണ്. സ്വന്തം അനുജനെ കുത്തിക്കൊന്നില്ലേ എതിരാളികൾ. അതുപോലെ തന്നെ സഖാവ് VSൻ്റെ അടുത്ത ആളായി നടന്നിട്ട് മറുകണ്ഠം ചാടി മന്ത്രിയായ ആളുമാണ്. നമ്മളെന്തിനും ഒളിച്ചു വയ്ക്കുന്നതല്ലേ. അതുപോട്ടെ, അദ്ദേഹം പറഞ്ഞ ഒരു വിവരക്കേട് കേട്ടോ. മോഹൻലാൽ സിനിമ ആരംഭിക്കുന്നത് മദ്യപാനത്തിൽ നിന്നാണ്. സെൻസർ ബോർഡുകാർ കാശും കുപ്പിയും വാങ്ങിയിട്ടാണ് സിനിമകൾ സെൻസർ ചെയ്യുന്നത്. ഒരു മൈക്ക് കിട്ടുമ്പോൾ സുധാകര സഖാവേ, പ്രായത്തിൻ്റെ ബഹുമാനം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഇങ്ങനെ വിവരക്കേടുകൾ പറയരുത്, അത് ശരിയല്ല. നിങ്ങൾ എന്താ പറയുക, കുരുടൻ ആനയെ കാണുന്നത് പോലെയാണ് താങ്കൾ ഈ വങ്കത്തനങ്ങൾ പറയുന്നതെന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. നിലവാരമുള്ള നടന്മാർ പോലും സിനിമയുടെ തുടക്കത്തിൽ മദ്യപിക്കുന്ന റോളിൽ വരുന്നു. പച്ചവെള്ളം കുടിക്കുന്നത് പോലെ മദ്യപിക്കുന്നു. തുടക്കത്തിൽ മദ്യപാന സീൻ പാടില്ല എന്ന് സെൻസർ ബോർഡിന് പറഞ്ഞൂടെ? അവരും വെള്ളമടിച്ച് സെൻസർ ചെയ്യുന്നു, കാശുണ്ടാക്കുന്നു. നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കത്രിക വയ്ക്കരുതെന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ജി സുധാകര സഖാവ്. അദ്ദേഹം പറയുന്നത് സെൻസർ ബോർഡുകാർ പറയണത് ഇപ്പം തന്നെ പുകവലി പാടില്ല, മൃഗങ്ങളെ കൊന്നില്ല എന്നൊക്കെ താഴെ സബ്ടൈറ്റിൽ എഴുതി കാണിക്കണം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എല്ലാം എഴുതി കാണിക്കണം. അത് പോരാന്നാണ് പറയണേ. പടം തുടങ്ങുമ്പോൾ ഓപ്പൺ സീൻ, ഒന്നാമത്തെ സീനിൽ മദ്യപിക്കുന്ന സീൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കള്ള് ഷാപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചായ ഷാപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബാറിൽ നിന്നാണ് ഒരു സീൻ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മദ്യം കാണിക്കാതിരിക്കാൻ ഒക്കുമോ സഖാവേ? അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ കവിത എഴുതും പോലെ താങ്കൾ അറിഞ്ഞൂടാതാണല്ലോ കവിത എഴുതുന്നത്. അതുപോലെ സിനിമകളെക്കുറിച്ച് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറഞ്ഞ് സ്വന്തം വില കളയരുത്. സിനിമ കാണാത്ത, പുസ്തകം വായിക്കാത്ത ആളുകൾ ഇവിടെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്രന്ഥശാല സംഘത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ പുസ്തകം വായിക്കാത്തവരെന്നാണ് അദ്ദേഹം പറയുന്നത്. മദ്യപാനത്തിനെതിരെ ഒന്നും സിനിമയിൽ കാണിക്കുന്നില്ല. തമിഴ്നാടടക്കം മദ്യപാനത്തിനെതിരെ സിനിമ എടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. രക്തക്കണ്ണീറല്ല, വേറൊരു പടമുണ്ട് ദേവദാസ് എന്നൊക്കെ പറഞ്ഞ് തമിഴിലും മദ്യം കൊണ്ട് വിളമ്പുന്ന പ്രേമ കമലഹാസൻ ശ്രീദേവി അഭിനയിച്ച ഒരു പടമുണ്ട്, എന്തോ പ്രേമത്തിൽ തുടങ്ങുന്ന ഒരു പേര്. അതിലൊക്കെ ഫുൾ ടൈം അദ്ദേഹം മദ്യപാനിയാണ്. കഥയ്ക്ക് മദ്യപാനിയായ നായകനാവണമെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. സുധാകര സഖാവ് പറയുന്നത് കേരളത്തിൽ മാത്രമാണ് ഓപ്പൺ സീനിൽ മദ്യപാനവും. സെൻസർ ബോർഡുകാർ ഇപ്പം BJPയുടെ ആൾക്കാരാണ് കേരളത്തിലെ സെൻസർ ബോർഡിൽ. കേന്ദ്രം ആര് ഭരിക്കുന്നു അവരാണല്ലോ സെൻസർ ബോർഡ് മെമ്പർമാർ. ചിത്രാഞ്ജലിയിലിരിക്കുന്ന 40ഓളം സെൻസർ ബോർഡ് മെമ്പർമാരിൽ പകുതിയും വിവരദോഷികളോ അല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കന്മാരുടെ വീട്ടിൽ വെള്ളം കോരാനും വിറവ് കീറാനും
തൂക്കാനും നിന്നവരുമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ അവർ മദ്യപിക്കുന്നവരാണ്, മദ്യം കൈക്കൂലി വാങ്ങിക്കുന്നവരാണ്, അല്ലെങ്കിൽ പൈസ കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് പടം സെൻസർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല സുധാകര സഖാവേ. അടുത്ത വേറൊരു കഥാപാത്രം, ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതൊക്കെ കുറ്റം എന്ന് പറയും പോലെയാണ് നമ്മുടെ അതിതീവ്ര വിപ്ലവകാരിയായ ജോയ് മാത്യുവിൻ്റെ കാര്യം. ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ജോയ്ക്ക് ചതുർത്ഥിയാണ്. കോൺഗ്രസ്സുകാരോടാണെങ്കിൽ ഭയങ്കര സ്നേഹമുള്ള തീവ്ര വിപ്ലവകാരിയാണ് അദ്ദേഹം. അതിലൂടെയാണ് അദ്ദേഹം കോൺഗ്രസ്സിലൂടെയാണ് നക്സലിസമൊക്കെ കൊണ്ടുവരാൻ പോകണമെന്ന് തോന്നുന്നു. ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDF-ന് വോട്ട് തേടാനായിട്ട് അദ്ദേഹം ചെന്നിരുന്നല്ലോ. VD സതീശൻ ഇട്ട് കൊടുത്ത ഖദർ ഷാളൊക്കെ ഗമയിലിട്ട് സ്വീകരിച്ച് വോട്ട് പിടിച്ചു. ജോയ് മാത്യുവിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകളും BJP-ക്കാരും ഒക്കെ വോട്ട് ചെയ്ത് ഷൗക്കത്തിനെ വിജയിപ്പിച്ചു. അവിടെ അദ്ദേഹം പറഞ്ഞു വിപ്ലവം ജയിക്കട്ടെ. അങ്ങനത്തെ ഒരു ഭയങ്കര തീവ്രവാദിയായ തീവ്ര കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. അമ്മയുടെ നായരാകാൻ മത്സരിക്കാൻ തയ്യാറെടുത്തെങ്കിലും നാമനിർദ്ദേശ പത്രികയിൽ ഫില്ലപ്പ് ചെയ്തപ്പോൾ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ എഴുതി വെച്ച് ആ പിഴവിൽ തള്ളിയ ഒറ്റ കാരണം കൊണ്ട് അമ്മയുടെ നായരാകാൻ കഴിഞ്ഞില്ല എങ്കിലും ജോലിക്കാരൻ്റെ പോസ്റ്റിൽ ജയിച്ചു. അടുത്ത 3 വർഷം കൊണ്ട് മൂപ്പര് അമ്മയെ യൂസഫലി ബായിയേക്കാൾ സമ്പന്നമായ സംഘടനയായി വളർത്തിയെടുക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. അതിനുള്ള ഭയങ്കര മിടുക്കുള്ള ആളാണ്. ഇദ്ദേഹത്തിന് പറ്റിയ ഒരു യൂട്യൂബർ കൂടി ഉള്ളതിനാൽ, എറണാകുളത്തുള്ളതിനാൽ ഉറപ്പായും സ്പോൺസർഷിപ്പിലൂടെ അമ്മയെ അദ്ദേഹം വളർത്തും. നോക്കിക്കോ, 2028 ഈ വിപ്ലവ സിംഹം അമ്മയുടെ നായരും ആവും, ഉറപ്പാണ്. അമ്മയുടെ പ്രസിഡൻ്റ് ആവാതെ അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കില്ല. 506 അംഗങ്ങളാണല്ലോ അമ്മയിലുള്ള. ആ 506 വോട്ടർമാരിൽ ചുരുങ്ങിയത് ഒരു 500 പേരുടെ ജനപിന്തുണ ഈ വിപ്ലവ നായകന് കിട്ടും. വരട്ടെ, അദ്ദേഹം 2028 ഭരിക്കട്ടെ അമ്മ. കുടിയേക്കാൾ വലിയ പ്രാധാന്യം നൽകണം, അതിലെന്താ തെറ്റെന്ന് പറയാതെ പറയുന്ന വിപ്ലവ സിംഹമാണ്. സാക്ഷാൽ ചെഗുവേരയ്ക്ക് വലിക്കാമെങ്കിൽ അയാളേക്കാൾ വിപ്ലവകാരിയായ ഇദ്ദേഹത്തിന് വലിക്കുന്നതിലൊരു തെറ്റുമില്ല എന്ന് ഞാൻ പറയും. അദ്ദേഹം കുടിയേക്കാൾ പ്രാധാന്യം അതിനാണ് കൊടുക്കുന്നത്. ഇക്കഴിഞ്ഞ ഓണത്തിന് 846 കോടി രൂപയ്ക്കോ മറ്റോ ആണ് മലയാളി കുടിച്ചു തീർത്തത്. അതിനു മുന്നേ എക്സൈസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി MP രാജേഷ് ഒരു പുതിയ നിർദ്ദേശം വച്ചു. വെള്ളമടിച്ച് കോണ് തെറ്റുമ്പോൾ മദ്യക്കുപ്പികൾ പൊട്ടിച്ചും വലിച്ചെറിഞ്ഞും കുടിക്കാത്തവരെ കൂടി ബുദ്ധിമുട്ടിക്കണ്ട എന്ന് അദ്ദേഹത്തിന് തോന്നി. മദ്യം വലിച്ചു കയറ്റിയിട്ട് ആ കാലിക്കുപ്പി മടക്കി കൊണ്ടുവന്നാൽ, അടുത്ത കുപ്പി വാങ്ങിക്കാൻ വരുമ്പോൾ കൊണ്ടുവന്നാൽ കുപ്പി ഒന്നിന് 20 രൂപ തിരിച്ചു നൽകാമെന്ന് ബ്യൂറൈസ് കോർപ്പറേഷൻ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് കുറച്ച് വയലുണ്ട്. ആ വയലൊരു തോട്ടിൻ്റെ കരയിലാണ്, അതിൻ്റെ അപ്പുറത്തൊരു കോളനിയാണ്. അപ്പോൾ എൻ്റെ വയലിൻ്റെ സൈഡിൽ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ പറയുന്നത് എന്താ പറയുക, ഒരു തിട്ട പോലെ ഉയർന്നു നിൽപ്പുണ്ട്. അതിൽ ഒരു 6-7 തെങ്ങ് നിൽപ്പുണ്ട്. ഈ പറയുന്ന ഈ കോളനിയിൽ ഒരാൾ മരിച്ചു എന്ന് വെച്ചോളൂ. 90 വയസ്സായി, കുറേ കാലമായിട്ട് അനങ്ങാതെ അവിടെ കിടന്ന് മൂത്രമൊഴിച്ച് തൂറിയൊക്കെ ചത്തുന്ന് വെച്ചോളൂ. അയാൾ മരിച്ചാലും അവർക്ക് സങ്കടമാണ് ഈ പയ്യന്മാർക്ക് അവിടെ ഉള്ള ഈ ചേരിയിലുള്ള. ഒരു കുട്ടി, കല്യാണം കഴിഞ്ഞ് പോയ ഒരു കുട്ടി ഗർഭിണിയായി പ്രസവിച്ചു എന്ന് വെച്ചോളൂ, ഒരു പുതിയ കുട്ടി ജനിച്ചു, സന്തോഷം അതിൽ കിടക്കും. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അവിടെ ജോലിയും കൂലിയും നടക്കുന്ന ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോകുന്നു വെച്ചോളൂ, അന്നും അവർക്ക് സന്തോഷമാണ്. ഈ സന്തോഷവും സന്താപവും എല്ലാം തീർക്കുന്നത് എൻ്റെ തെങ്ങുകളിലാണ്. എൻ്റെ തെങ്ങുകളിൽ കയറി 2-3 കൊല കരിക്ക് വെട്ടി താഴെ ഇടും. 10, 26, 30, 35 എന്നൊക്കെ പറഞ്ഞ് വെട്ടിയിട്ട് യവന്മാരെല്ലാം കൂടി വില കുറഞ്ഞ മദ്യം വാങ്ങിച്ചുകൊണ്ടുവന്ന് ഈ കരിക്കിനെ വെട്ടി കരിക്കും വെള്ളത്തിലൊഴിച്ച് കുടിച്ച് ഫിറ്റായിട്ട് ഈ കൊണ്ടുവരുന്ന കുപ്പികളെ മുഴുവൻ തെങ്ങിലടിച്ച് പൊട്ടിച്ചവിടെ ഇടും, ചെതറിയിടും. ഒരു 8-10 കുപ്പിയാണോ അത് ചെതറി ഇങ്ങനെ കിടക്കും കുപ്പിയോട്. എന്നിട്ട് വെട്ടി കുടിച്ചത് അത് കുടിക്കാത്തതൊന്നും ബോധം കുറച്ച് കഴിയുമ്പോൾ കാണില്ലല്ലോ, അവിടെ ഇട്ടിട്ടങ്ങ് പോകും. ഇതാരെങ്കിലും എന്നെ വിളിച്ചു പറയുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ വെട്ടിയിട്ടിരിക്കുന്ന 10-35 കരിക്ക് വെട്ടിയതിൽ 5-6 കരിക്ക് ഇവർ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുകയായിരിക്കും. ഞാൻ ഒരക്ഷരം പറയാൻ പോകില്ല. ആ 6 കരിക്കിനെ എടുത്ത് സ്കൂട്ടർ വെച്ച് ഇങ്ങോട്ട് പോരും, ബാക്കി 30 എണ്ണം പോയി. ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുപ്പികളൊക്കെ പൊട്ടിക്കാതെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനെ എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയാതെ അടുത്ത കുപ്പി വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ബ്യൂറൈസിൽ കൊടുത്താൽ അവർ 20 രൂപ ഒരു കുപ്പിക്ക് കൊടുക്കുമായിരുന്നു. ഒരു കുപ്പിയെങ്കിൽ ഒരു കുപ്പി പൊതുസ്ഥലത്ത് വലിച്ചെറിയാതിരിക്കുന്നതാണ് നാടിന് നല്ലത് എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ദിനവും കുടിക്കുന്നവന്മാർ 10 കുപ്പി മടക്കി കൊണ്ടു കൊടുത്താൽ 20 രൂപ മടക്കി കിട്ടുമെങ്കിൽ 10 കുപ്പിക്ക് 200 രൂപ ആയില്ലേ? അത്
നല്ല കാര്യമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ വിപ്ലവ സിംഹത്തിന് ദഹിച്ചില്ല. അങ്ങനെ പിണറായി സർക്കാർ ഞങ്ങളുടെ കുപ്പികൾ മടക്കി വാങ്ങി കാശ് തരാൻ തക്ക ദാരിദ്ര്യവാസികളല്ലല്ലോ കുടിയന്മാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അങ്ങനെ പിണറായി വിജയൻ ഞങ്ങൾ 600 രൂപ കൊടുത്ത് കുപ്പി വാങ്ങിക്കാമെങ്കിൽ തൻ്റെ 20 രൂപ വേണ്ടടോ എന്ന് പറയാവുന്ന സമ്പന്നരാണ് ബാറിൽ പോകുന്നതെന്നാണ്, അല്ലെങ്കിൽ കുപ്പി വാങ്ങിക്കാൻ പോകുന്നതെന്നാണ് ഇദ്ദേഹം വിചാരിച്ചു വച്ചിരിക്കുന്നത്. ഇതിന് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ വ്യാവസായിക വിപ്ലവത്തിന് പിണറായി തുടക്കമിട്ടു എന്നാണ്. മദ്യം കുടിക്കുന്ന കുപ്പി പെറുക്കി വിൽക്കുക, വീണ്ടും മദ്യപിക്കുക, പെറുക്കുക, വിൽക്കുക, ഇങ്ങനെ വ്യവസായ വിപ്ലവത്തിന് കേരളം കളമൊരുക്കി എന്നാണ് വിപ്ലവ സിംഹം പറയുന്നത്. വയനാട്ടിലെ കൊട്ടാരത്തിനടുത്ത് എവിടെയെങ്കിലും ബീവറേജിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ വല്ലപ്പോഴും പോയെന്ന് നോക്ക്, കുടിച്ച കുപ്പി റിട്ടേൺ വരുന്നുണ്ടോ എന്ന്. പിന്നെ കേരളത്തിലെ വ്യവസായ വിപ്ലവം അതൊന്നും ഞാൻ ഈ ചാനലിൽ പറയുന്നില്ല. ചിലർ അങ്ങനെയാണ്, മോൻ ചത്താലും മോളുടെ താലി ഏറ്റാൽ മതി എന്ന് പറയുന്ന ഒരു ജന്മങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ വിപ്ലവ സിംഹം എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, എന്നാലും പറയാതിരിക്കാൻ വയ്യ. എത്ര ബോറായിട്ട്, എത്ര അലുമ്പനായിട്ട് സംസാരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി. കേരളത്തിലെ വ്യവസായ രംഗം ബീവറേജ് കുപ്പിയിലാണ് ഇരിക്കുന്നത്. ഈ തലതിരിഞ്ഞ ചിന്ത മാത്രമേ ഉള്ളൂ, ഒന്നും പോസിറ്റീവായിട്ട് കാണേയില്ല. ഒരു കഥ കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, ശ്രദ്ധ നേടാനായി സിനിമാക്കാരെ വല്ലതും പറഞ്ഞ് ഒന്ന് ചൊറിയുക. അങ്ങനെ ചൊറിഞ്ഞാൽ നോട്ടബിളാവും. അപ്പോൾ പലരും മറുപടി പറയും, തിരിച്ചും പറയും, അങ്ങനെ വിവാദമാകും. അതിലൂടെ ഇങ്ങനൊരു മനുഷ്യൻ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഓർക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത്. 280 കോടിയോ മറ്റോ നേടിയ മഞ്ഞുമൽ ബോയ്സ് ഒരു തല്ലിപ്പൊളി സിനിമയാണെന്ന് നമ്മുടെ സിനിമാക്കാരനും കൂടിയായ കഥാകാരൻ ജയമോഹൻ കുറച്ചു കാലം മുമ്പ് വാചമടിച്ചല്ലോ. എന്തെങ്കിലും മഞ്ഞുമൽ ബോയ്സിന് പറ്റിയോ? ഒന്നും പറ്റിയില്ല. ആകപ്പാടെ സംഭവിച്ചത് ആവശ്യത്തിലധികം പണം കൂടുപോലെ കുമിഞ്ഞു കൂടിയപ്പോൾ പണം എടുക്കാൻ കടം കൊടുത്ത ഒരാളെ പറ്റിക്കാൻ നോക്കി. അയാൾ ബുദ്ധിയുള്ളവൻ ആയതിനാൽ, സ്വന്തം സമുദായക്കാരൻ ആയതിനാലും, പറ്റിക്കുമെന്ന് തോന്നിയതിനാൽ എല്ലാം റെക്കോർഡാക്കിയാണ് നൽകിയത്. കേസായി, കോടതി കോടികളങ്ങ് ഫ്രീസ് ചെയ്തു. ഇതറിഞ്ഞ് EDയും GSTയും ഇൻകം ടാക്സും ഒക്കെ എത്തി. ജാമ്യവും എടുത്ത് നടക്കുന്നു വേദനിക്കുന്ന കോടീശ്വരന്മാർ. അടിയും കൊണ്ടു പുളിയും കുടിച്ചു എന്ന് പറഞ്ഞ കണക്ക് കാശ് മടക്കി കൊടുക്കുകയും വേണം, സർക്കാർ കുറേ വാരിക്കൊണ്ട് പോവുകയും ചെയ്യും. പറയാൻ വന്നത്, ഇന്ത്യൻ സിനിമയിൽ അത്ഭുതം സൃഷ്ടിച്ച 2025 സിനിമയാണല്ലോ ലോക എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുടെ സിനിമ. അഭിനയിക്കാൻ വിളിച്ചവന്മാരൊക്കെ മുങ്ങിയതിനാൽ ഒരു നരുന്ത് ചെറുക്കനും ഒരു നരുന്ത് പെണ്ണും അതിശയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച സിനിമയാണല്ലോ ലോക. ഒരു 10-50 കോടി മുടക്കിയെടുത്ത സിനിമ എന്ന് തോന്നിപ്പിക്കുന്ന വിധം 30 കോടി മുടക്കിയെടുത്ത സിനിമ മലയാളത്തിൽ ഇന്നുവരെ നേടിയതിനേക്കാൾ വാരിക്കൂട്ടുന്ന സിനിമയായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാ വരുന്നു ബുദ്ധിജീവിയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ പ്രവർത്തകനും ന്യൂറോ സർജനും വിദ്യാഭ്യാസ വിചക്ഷണനും കേരള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറും എഴുത്തുകാരനും കേരള ആസൂത്രണ ബോർഡ് മെമ്പറും പിന്നെ എന്തെല്ലാം ഒക്കെ ആയിരുന്ന ഡോക്ടർ B. ഇക്ബാൽ വിവാദങ്ങളിലൊന്നും പെടാത്ത ആളായിരുന്നു. തിരക്കഥയില്ലാത്ത അസഹ്യമായ പരമബോറൻ യക്ഷിക്കഥയാണ് ലോക എന്നാണ് ഇക്ബാൽ സാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ യക്ഷിബാധയാണെന്നും ഇക്ബാൽ സാർ കണ്ടെത്തി. സാറേ, യക്ഷിക്കഥ വന്നിട്ട് എത്ര കാലമായി സാറേ? കള്ളിയങ്കാട്ട് നീലി പോലെ അല്ലെങ്കിൽ ശിഖരങ്ങൾ പോലെ കുറച്ച് യക്ഷിപ്പടങ്ങളെ മലയാളത്തിൽ വന്നിട്ടുള്ളൂ. ആകാശ എന്തോ ഒരു പടം ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് പടങ്ങളെ വന്നിട്ടുള്ളൂ. സാറ് പറയുന്നത് മലയാള സിനിമയെ മുഴുവൻ യക്ഷിബാധയാക്കി മാറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയുടെ മകൻ നിർമ്മിച്ച ചിത്രമായതുകൊണ്ടാണത്രേ പലരും സത്യം പറയാൻ മടിക്കുന്നതെന്നും, എന്നാൽ ഞാൻ തന്നെ അങ്ങ് തുറന്നു പറഞ്ഞേക്കാമെന്നും കരുതിയാണ് സാർ ഇറങ്ങിയതെന്ന് സാറ് തന്നെ തുറന്നു പറയുന്നു. മമ്മൂട്ടിയുടെ മോൻ എടുത്ത പടമായതുകൊണ്ട് അതൊരു തല്ലിപ്പൊളി പടമാണെന്ന് പറയാൻ പലർക്കും പ്രയാസമാണെന്ന്. എന്നാൽ പിന്നെ ഞാൻ തന്നെ ഇറങ്ങാം, ധൈര്യശാലിയായ ഞാൻ തന്നെ ഇറങ്ങിക്കളയാമെന്ന് അദ്ദേഹത്തിന് തോന്നിയെന്നാണ് അദ്ദേഹം പറയുന്നത്. മലയാള സിനിമ സൂപ്പർ സ്റ്റാറുകളെ പിടികൂടിയിട്ടുള്ള സൂപ്പർ സ്റ്റാറുകൾക്ക് ഇപ്പോൾ ഒരു പുതിയ അസുഖം എന്നാണ് പുള്ളി പറയുന്നത്. മെഗാ ബജറ്റ് മാനിയ ദുൽഖറിനെയും ബാധിച്ച കാരണം ബീഭത്സം, അരോചകം, അസഹ്യമായ ബോറൻ
യക്ഷിക്കഥ അദ്ദേഹത്തിന് കാണേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വരാൻ പോകുന്ന കടമറ്റത്ത് കത്തനാർ എന്ന സിനിമയും ബോറായിരിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചു കഴിഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിന് സിനിമ കാണുകയൊന്നും വേണ്ട. ഓം ക്രീം കടമറ്റത്തച്ഛൻ ഗോകുലും ഗോപാല നിൻ്റെ 100 കോടി പോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് പുള്ളി. സാറേ, ഇത്രയും വിവരം ഉണ്ടായിരുന്ന സാറിന് ഇങ്ങനെ വിവരക്കേട് പറയാൻ എങ്ങനെ തോന്നി സാറേ? ഗാന്ധിയൻ സമര രീതിയിലൂടെ ബഹിഷ്കരിക്കണം ഈ പറയുന്ന കടമറ്റത്തച്ഛനും ഈ പറയുന്ന ലോക പോലുള്ള സിനിമകളെ. അടിയും ഇടിക്കൊന്നും പോകരുത്, ബഹിഷ്കരിക്കണം. ഗാന്ധിയൻ ശൈലിയാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാണ്, പക്ഷേ അദ്ദേഹം ഗാന്ധിസമാണ് കൊണ്ടു കിടക്കുന്നത്. അതുകൊണ്ട് ഗാന്ധിസം സമര രീതിയിലൂടെ ബഹിഷ്കരിക്കണം എന്നാണ് സാർ പറയുന്നത്. ലോകയുടെ കൂടെ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള സംശയം, സാറേ, ലോക ഇറങ്ങിയപ്പോഴേ അതിൻ്റെ കൂടെ മോഹൻലാൽ അഭിനയിച്ച സത്യനന്ദിക്കാരൻ്റെ ഹൃദയപൂർവ്വം എന്നൊരു പടം, ഭഗത് ഫാസിലിനെ പോലെ അഭിനയിക്കാൻ അറിയാമെന്ന് തെളിയിച്ച മനുഷ്യൻ്റെ ആടും കുതിര ഓടും കുതിര എന്ന് പറഞ്ഞ ചാടും കുതിര എന്ന് എന്തോ പറഞ്ഞൊരു പടം അടക്കം വന്നിട്ട് ഇക്ബാൽ സാർ എന്തിനാണ് ഈ ലോക കാണാൻ പോയത്? അപ്പോൾ സാറിന് ഇങ്ങനത്തെ പ്രേതം കൊച്ചു പിള്ളേർ കാണിക്കുന്ന നമ്പറുകൾ ഗ്രാഫിക്സൊക്കെ ഉള്ള പടം കാണാനല്ലോ സാറ് പോയത്. അല്ലെങ്കിൽ സാറിൻ്റെ മക്കൾ പറഞ്ഞാണ് അതിന് പോയാൽ മതിയെന്ന്. അല്ലെങ്കിൽ സാറ് പോയി കാണേണ്ട ഹൃദയപൂർവ്വം അല്ലേ സാറേ? അല്ലെങ്കിൽ ഓടും കുതിര ചാടും കുതിരയൊക്കെ അല്ലേ കാണേണ്ടത്? അപ്പോൾ സാറ് കാണും, മറ്റുള്ളവർ കാണരുതേ എന്ന് പറയുന്ന ഒരു ഇരട്ടത്താപ്പല്ലേ ഇക്ബാൽ സാറേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ ഇതുവരെയും ബഹുമാനിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഇങ്ങനെ വിവരക്കേട് പറയുമെന്ന് വിചാരിച്ചില്ല. ഇനിയും പറയാൻ ഒരുപാടുണ്ട് കഥകൾ. ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഒരുപാട് നീളം കൂടിയും തോന്നും. ഈ ആഴ്ചത്തെ സിനിമ വാരഫലം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇതിൽ പറഞ്ഞ എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇവിടെ നിർത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.